PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 KCS റൂൾസ് അമെൻമെൻറ്റിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. 2024 KCS റൂൾസ് അല്ലെങ്കിൽ ചട്ടങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. KCS ആക്ട് അമെൻമെൻറ്റ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ആ വീഡിയോസിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് റൂൾസ് 15 ആണ്. റൂൾസ് 15 നമുക്കറിയാം, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ടൈപ്സ്. റൂൾ 15 അനുസരിച്ച് സൊസൈറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് രജിസ്ട്രാറാണ്. 13 ടൈപ്പ് സൊസൈറ്റീസാണ് റൂൾ 15 പ്രകാരമുള്ളത്. റൂൾ 15 പ്രകാരം സൊസൈറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് രജിസ്ട്രാറാണ്. സൊസൈറ്റീസിൻ്റെ ഒബ്ജക്റ്റീവ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. 13 ടൈപ്പ് സൊസൈറ്റീസ് ഇതിൽ വരുന്നുണ്ട്. ക്രെഡിറ്റ് സൊസൈറ്റീസ്, മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, കൺസ്യൂമർ സൊസൈറ്റീസ്, ഫാമിംഗ് സൊസൈറ്റീസ്, പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റീസ്, ഹോസ്പിറ്റൽ സൊസൈറ്റീസ്, SC/ST സൊസൈറ്റി, എഡ്യൂക്കേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റി, ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി, ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി, മിസലേനിയസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇങ്ങനെ 13 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ റൂൾസ് 15 വരുന്നുണ്ട്. മാറ്റം വന്നിരിക്കുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൊസൈറ്റീസാണ്. നമുക്കറിയാം, നേരത്തെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് 3 ടയർ സ്ട്രക്ചർ ആയിരുന്നു. അപ്പെക്സ് ലെവലിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും, മിഡിൽ ലെവലിൽ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്കും, പ്രൈമറി ലെവലിൽ പാക്സും. നമുക്കറിയാം, ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ ലയിച്ച് കേരള ബാങ്കായി മാറി. അപ്പോൾ ഈ രണ്ടാമത്തെ കാറ്റഗറി ഇല്ല. അപ്പെക്സ് ലെവലും പ്രൈമറി ലെവലും മാത്രമേ ഉള്ളൂ. സെൻട്രൽ എന്ന് പറയുന്ന ആ കാറ്റഗറി ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് സൊസൈറ്റീസിൽ ഷോർട്ട് ടേം ഓർ മീഡിയം ടേം ക്ലാസിഫിക്കേഷൻ നേരത്തെ അപ്പെക്സ്, സെൻട്രൽ, പ്രൈമറി ഇങ്ങനെ 3 കാറ്റഗറി ഉണ്ടായിരുന്നു. ഇതിൽ സെൻട്രൽ എന്ന് പറയുന്ന കാറ്റഗറി ഒമിറ്റ് ചെയ്തു. അപ്പെക്സ് ലെവലിൽ കേരള ബാങ്കും, പ്രൈമറി ലെവലിൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അതായത് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്, റൂറൽ ബാങ്ക്സ്, ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇതൊക്കെയാണ് വരുന്നത്. അതാണ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒന്നാമത്തെ കാറ്റഗറിയിൽ വന്നിട്ടുള്ള മാറ്റം. അടുത്തത് 5ാമത്തേതാണ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പെക്സ്, സെൻട്രൽ ആൻഡ് പ്രൈമറി. അപ്പെക്സ് ലെവലിൽ ഹാൻഡെക്സ്, സുരഭി, കയർഫെഡ്, മത്സ്യഫെഡ്, മിൽമ ഇതൊക്കെയാണ് വരുന്നത്. അപ്പെക്സ് ലെവലിലുള്ള പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റികളാണിത്. ഹാൻഡെക്സ്, സുരഭി, കയർഫെഡ്, മത്സ്യഫെഡ്, മിൽമ. റൂൾ 15 പ്രകാരം ഹാൻഡെക്സ് എന്ത് ടൈപ്പ് സൊസൈറ്റീസാണ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഹാൻഡെക്സ്, സുരഭി, കയർഫെഡ്, മത്സ്യഫെഡ്, മിൽമ ഇതെല്ലാം പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയാണ്. ഇതെല്ലാം അപ്പെക്സ് ലെവലിൽ വരുന്നതാണ്. സെൻട്രൽ ലെവലിൽ കയർ മാർക്കറ്റിംഗ് സൊസൈറ്റിയും RCMBU ആണ് ഉണ്ടായിരുന്നത്. അതിൽ ഈ സെൻട്രൽ കയർ മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെൻട്രലിൽ RCMBU മാത്രമാണുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന കയർ മാർക്കറ്റിംഗ് സൊസൈറ്റി ഒമിറ്റ് ചെയ്തു. അതാണ് മാറ്റം. പിന്നെ പ്രൈമറി ലെവലിൽ വീവേഴ്സ് സൊസൈറ്റി, കാർപ്പൻറ്റേഴ്സ് സൊസൈറ്റി, സൊസൈറ്റി ഫോർ ബ്ലാക്ക് സ്മിത്ത്, പോട്ടറി സൊസൈറ്റി, കയർ സൊസൈറ്റീസ്, മാറ്റ് വീവിംഗ് സൊസൈറ്റീസ്, ഫോറസ്റ്റ് ലേബറേഴ്സ് സൊസൈറ്റീസ്, കാറ്റിൽ ബ്രീഡിംഗ് സൊസൈറ്റീസ്, പോൾട്രി സൊസൈറ്റീസ്, പിഗറി സൊസൈറ്റീസ്, ഡയറി സൊസൈറ്റീസ്, ഫിഷറി സൊസൈറ്റീസ് ഇതെല്ലാം വരുന്നുണ്ട്. മാറ്റം വന്നത് ഈ സെൻട്രൽ മിഡിൽ ലെവലിലാണ്. കയർ മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. RCMBU മാത്രമാണ് സെൻട്രൽ ലെവലിലുള്ളത്. പിന്നെ ഈ RCMBUവിൻ്റെ റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അത് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസ് യൂണിയൻ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. RCMBU നേരത്തെ റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എന്നാണ് കിടന്നിരുന്നത്. അതിപ്പോൾ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എന്നാക്കി മാറ്റി. അതാണ് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി എന്ന 5ാമത്തെ കാറ്റഗറിയിൽ വന്നിട്ടുള്ള മാറ്റം. അടുത്തത് മിസലേനിയസ് സൊസൈറ്റിയാണ്. 12ാമത്തെ കാറ്റഗറി. മിസലേനിയസ് സൊസൈറ്റിയും 3 ടൈപ്പ് സൊസൈറ്റീസ് ഉണ്ടായിരുന്നു. സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ്, കൊമേഴ്സ്യൽ സൊസൈറ്റി, അതേഴ്സ്. സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസിൽ വരുന്നത്
better living societies, literary societies and welfare societies. Commercial societies insurance, motor transport and auto rickshaw societies, media, video, visual and film societies, cooperative printing press and workshops, federal society having one district or more than one district or state as a whole as its area of operation. പിന്നെ മൂന്നാമത്തതാണ് അതേഴ്സ്. മാറ്റം വന്നിരിക്കുന്നത് ഇതിലാണ്. അതേഴ്സിൽ നേരത്തെ നോട്ട് ഫോളിംഗ് ഇൻ എയ്തർ ഓഫ് ദ എബവ് സബ് ക്ലാസസ്, ലിഫ്റ്റ് ഇറിഗേഷൻ സൊസൈറ്റീസ്, പ്രൊഡ്യൂസേഴ്സ് കം കൺസ്യൂമർ സൊസൈറ്റീസ്, ഈ 3 കാറ്റഗറീസ് സബ് കാറ്റഗറീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ 2 കൂടി ആഡ് ചെയ്തു, സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ മിസലേനിയസ് സൊസൈറ്റിയുടെ മൂന്നാമത്തെ കാറ്റഗറി അതേഴ്സിൽ 2 കൂടി കൂട്ടി. അതേഴ്സിൽ നേരത്തെ ഉണ്ടായിരുന്നത് നോട്ട് ഫോളിംഗ് ഇൻ എയ്തർ ഓഫ് ദ എബവ് സബ് ക്ലാസസ്, ലിഫ്റ്റ് ഇറിഗേഷൻ സൊസൈറ്റീസ്, പ്രൊഡ്യൂസേഴ്സ് കം കൺസ്യൂമർ സൊസൈറ്റീസ്. ഇതിൻ്റെ കൂടെ സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് 2 കൂടി ആഡ് ചെയ്തു. അതാണ് മാറ്റം. അടുത്തത് 13ാമത്തെ കാറ്റഗറിയാണ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതിൻ്റെ താഴെയായിട്ട് പ്രൈമറി മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അണ്ടർടേക്കിംഗ് മൾട്ടി ഫങ്ഷണൽ ആക്ടിവിറ്റീസ് എന്നൊരു സെൻറ്റൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ താഴെ പ്രൈമറി മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അണ്ടർടേക്കിംഗ് മൾട്ടി ഫങ്ഷണൽ ആക്ടിവിറ്റീസ് എന്ന് ആഡ് ചെയ്തു. ഇത്രയുമാണ് റൂൾ 15 വന്നിട്ടുള്ള മാറ്റം. റൂൾ 15 13 ടൈപ്പ് സൊസൈറ്റീസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാറ്റഗറിയായ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ചെറിയൊരു മാറ്റം വന്നു. അതായത് സെൻട്രലിൽ നിന്നുള്ളത് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി ലെവലും അപ്പെക്സ് ലെവലും മാത്രമേ ഉള്ളൂ. പിന്നെ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 3 ടൈപ്പ് വരുന്നുണ്ട്, അപ്പെക്സ്, സെൻട്രൽ ആൻഡ് പ്രൈമറി. ഇതിൽ സെൻട്രലിൽ കയർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒഴിവാക്കി RCMBU നേരത്തെ റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എന്നായിരുന്നു. അത് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എന്നാക്കി മാറ്റി. പിന്നെ മാറ്റം വന്നത് മിസലേനിയസ് സൊസൈറ്റിയിലാണ്. അതിലും 3 സബ് കാറ്റഗറി ഉണ്ടായിരുന്നു. സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി, കൊമേഴ്സ്യൽ സൊസൈറ്റീസ് ആണ് അതേഴ്സ്. അതേഴ്സിൽ 2 കൂടി ആഡ് ചെയ്തു. സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസും യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസും ആഡ് ചെയ്തു. പിന്നെ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന 13ാമത്തെ കാറ്റഗറിയിൽ അതിൻ്റെ താഴെയായിട്ട് പ്രൈമറി മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അണ്ടർടേക്കിംഗ് മൾട്ടി ഫങ്ഷണൽ ആക്ടിവിറ്റീസ് എന്നൊരു സെൻറ്റൻസ് ആഡ് ചെയ്തു. ഇനി മാറ്റം വന്നത് റൂൾ 16 റൂൾ 16 പറയുന്നത് കണ്ടീഷൻസ് ടു ബി കംപ്ലൈഡ് വിത്ത് ഫോർ അഡ്മിഷൻ ഫോർ മെമ്പർഷിപ്പ്. ഒരു സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള കണ്ടീഷൻസ് ആണ് റൂൾ 16 സെക്ഷൻ 16 പറയുന്നത്. റൂൾ 16(2) മാറ്റം വന്നിരിക്കുന്നത്. റൂൾ 16(2) പറയുന്നത് താഴെ പറയുന്ന തരത്തിലുള്ള ആൾക്കാർക്ക് മെമ്പർഷിപ്പ് കൊടുക്കരുത് എന്നാണ്. അതിൽ 16(2)(a) 18 വയസ്സ് ആകാതിരുന്നാൽ, മിനിമം ഏജ് എന്ന് പറയുന്നത് മെമ്പർഷിപ്പ് എടുക്കാനുള്ള മിനിമം ഏജ് 18 വയസ്സാണ്. അപ്പോൾ 18 വയസ്സ് ആകാതിരുന്നാൽ മെമ്പർഷിപ്പ് കൊടുക്കരുത്. അത് 16(2)(a) ആണ്. ഇതിൻ്റെ താഴെയാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് 16(2)(a). അത് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹാസ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 45 ഇയേഴ്സ്. 45 വയസ്സ് കഴിഞ്ഞവർക്ക് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗത്വം കൊടുക്കരുത് എന്നാണ് 16(2)(a) പറയുന്നത്. ഇതാണ് പുതിയ അഡീഷൻ. യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റിൽ കൂട്ടിച്ചേർത്തതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് യുവജന സഹകരണ സംഘങ്ങൾ. ഒരു ജില്ലയാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ വരുന്നത്. ഒരു ജില്ലയ്ക്കകത്ത് പ്രവർത്തന പരിധിയുള്ളതും തൊഴിലവസരവും വരുമാനവും സൃഷ്ടിക്കൽ, യുവജനക്ഷേമം എന്നീ ലക്ഷ്യങ്ങളോടെ സംരംഭകത്വം, പുതിയ സാങ്കേതിക വിദ്യ, നൂതന വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സഹകരണ സംഘങ്ങളാണ് യുവജന സഹകരണ സംഘങ്ങൾ. ഇങ്ങനെയാണ് ഡെഫിനിഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം സെക്ഷൻ 2 സബ്സെക്ഷൻ വിയിലാണ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട് അമെൻമെൻറ്റിൽ പുതിയതായി കൂട്ടിച്ചേർത്ത സെക്ഷനാണ് സെക്ഷൻ 16(IA). സെക്ഷൻ 16(IA) പറയുന്നു മെമ്പർഷിപ്പ് ഇൻ ദ കേസ് ഓഫ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് അലൗഡ് who has not attained the age of 45 years and that on attaining 45 years the membership of such members shall cease to exist and they shall become associate members of the society.
യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗമാവണമെങ്കിൽ 45 വയസ്സ് കഴിയരുത്. അപ്പം 45 വയസ്സ് വരെ ഉള്ളവർക്കേ ഇതിൽ അംഗമാവാൻ കഴിയുകയുള്ളൂ. ഇനി ഓൾറെഡി ഉള്ള ഒരു മെമ്പർക്ക് 45 വയസ്സ് കഴിഞ്ഞാൽ അവർ പിന്നീട് അസോസിയേറ്റ് മെമ്പർ അല്ലെങ്കിൽ നോമിനൽ മെമ്പറായി മാറും എന്ന് സെക്ഷൻ 16 IA നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ റൂൾ 16(2)AA കൂട്ടിച്ചേർത്തു ഇതുമായി ബന്ധപ്പെട്ട്. അതിൽ പറയുന്നത് 45 വയസ്സ് കഴിഞ്ഞാൽ അംഗത്വം കൊടുക്കരുത് എന്നാണ്. അപ്പം ഏതൊക്കെ ആൾക്കാർക്ക് മെമ്പർഷിപ്പ് കൊടുക്കരുത് എന്നാണ് റൂൾ 16(2) പറയുന്നത്. 16(2)A 18 വയസ്സ് ആകാതിരുന്നാൽ 18 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ അംഗത്വം കൊടുക്കാൻ പാടുള്ളൂ. AA യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കേസിൽ 45 വയസ്സ് കഴിഞ്ഞാൽ അംഗത്വം കൊടുക്കരുത്. 16(2)B പറയുന്നുണ്ട് ഏരിയ ഓഫ് ഓപ്പറേഷനിൽ സ്ഥിരതാമസമുള്ളവരോ സ്വന്തമായി ഭൂമി ഉള്ളവരോ അല്ലാത്തവർക്ക് അംഗത്വം കൊടുക്കരുത്. അപ്പോൾ അംഗം ആവണമെങ്കിൽ ആ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ സ്ഥിരതാമസമുള്ളവരോ സ്വന്തമായി ഭൂമിയുള്ളവരോ ആയിരിക്കണം. ഇതൊക്കെയാണ് റൂൾ 16 പറയുന്നത്. 16(2)AA മാറ്റം വന്നിരിക്കുന്നത്. യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കേസിൽ 45 വയസ്സ് കഴിഞ്ഞവർക്ക് അംഗത്വം കൊടുക്കരുതെന്ന് പറയുന്നു. അടുത്തത് റൂൾ 16 സബ് റൂൾ 5. ഇത് കൂട്ടിച്ചേർത്തതാണ്. നേരത്തെ റൂൾ 16 സബ് റൂൾ 4 വരെ ഉണ്ടായിരുന്നുള്ളൂ. സബ് റൂൾ 5 പുതിയതായി കൂട്ടിച്ചേർത്തു. അതിൽ പറയുന്നു ദ എൻറോൾമെൻറ്റ് ഓഫ് മെമ്പേഴ്സ് മെയ്ഡ് ബൈ ദ അഡ്മിനിസ്ട്രേറ്റർ ഓർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അപ്പോയിൻറ്റഡ് ബൈ ദ രജിസ്ട്രാർ ആസ് പെർ സെക്ഷൻ 32 or 33 ഓഫ് ദ ആക്ട് ആസ് ദ കേസ് may either ratify or deny any such membership and in the event of not ratifying such a membership by the elected committee it shall specify the reason thereof and inform the applicant accordingly. അതായത് സെക്ഷൻ 32 നമുക്കറിയാം കമ്മിറ്റിയെ പിരിച്ചുവിടൽ. സെക്ഷൻ 32ലും 33ലുമാണ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ രജിസ്ട്രാർ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നത്. ഈ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഒരു മെമ്പർക്ക് അംഗത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് വരുന്ന ഇലക്റ്റഡ് കമ്മിറ്റി ഒന്നുകിൽ ഈ മെമ്പറുടെ അംഗത്വം റാറ്റിഫൈ ചെയ്യണം, അംഗീകരിക്കണം, അല്ലെങ്കിൽ ഡിനൈ ചെയ്യണം. ഇനി ഡിനൈ ചെയ്യുകയാണെങ്കിൽ, റാറ്റിഫൈ ചെയ്യുന്നില്ലെങ്കിൽ, അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് കാര്യകാരണ സഹിതം ആ മെമ്പറെ അറിയിക്കണം. അതാണ് റൂൾ 16(5) പറയുന്നത്. ദ എൻറോൾമെൻറ്റ് ഓഫ് മെമ്പേഴ്സ് മെയ്ഡ് ബൈ ദ അഡ്മിനിസ്ട്രേറ്റർ ഓർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അപ്പോയിൻറ്റഡ് ബൈ ദ രജിസ്ട്രാർ ആസ് പെർ സെക്ഷൻ 32 or 33 ഓഫ് ദ ആക്ട് ആസ് ദ കേസ് may either ratify or deny any such membership and in the event of not ratifying such membership by the elected committee it shall specify the reason thereof and inform the applicant accordingly. അതിനുശേഷം പറയുന്നു ദ ഇലക്റ്റഡ് കമ്മിറ്റി ഹാസ് ടു ടേക്ക് എ ഡിസിഷൻ വിത്തിൻ എ പീരീഡ് ഓഫ് 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് അസ്യൂമിങ് ചാർജ് ബൈ ദ ഇലക്റ്റഡ് കമ്മിറ്റി. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് ശേഷം ഇലക്റ്റഡ് കമ്മിറ്റി വരുമല്ലോ, ആ ഇലക്റ്റഡ് കമ്മിറ്റി ചാർജ് എടുത്തതിന് 1 വർഷത്തിന് ഉള്ളിൽ തന്നെ ഇങ്ങനെയുള്ള മെമ്പറുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കണം. അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു മെമ്പറുടെ അംഗത്വം പിന്നീട് വരുന്ന ഇലക്റ്റഡ് കമ്മിറ്റി ഒന്നുകിൽ അംഗീകരിക്കണം അല്ലെങ്കിൽ നിരാകരിക്കണം. ഇനി അംഗീകരിക്കുന്നില്ലെങ്കിൽ, ഈ അംഗത്വം അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് കാര്യകാരണ സഹിതം ആ മെമ്പറെ അറിയിക്കണം. ഇലക്റ്റഡ് കമ്മിറ്റി ചാർജ് എടുത്തതിന് 1 വർഷത്തിനുള്ളിൽ തന്നെ ഈ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം. അതാണ് റൂൾ 16(5) പറയുന്നത്. പുതിയതായി കൂട്ടിച്ചേർത്ത സബ് റൂളാണ് 16 സബ് റൂൾ 5. അടുത്തത് മാറ്റം വന്നത് റൂൾ 16(E)ലാണ്. റൂൾ 16(E) എന്താണ്? ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ടു അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. പ്രൈമറി സൊസൈറ്റി ആണെങ്കിൽ സെൻട്രൽ സൊസൈറ്റിയിലേക്കും, സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ അപ്പെക്സ് സൊസൈറ്റിയിലേക്കും അഫിലിയേറ്റ് ചെയ്യണം. അഫിലിയേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഫോം നമ്പർ 31ലാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് റൂൾ 16(E)(1) പറയുന്നത്. ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തതാണ് പുതിയ സബ് റൂൾ 1A. റൂൾ 16(E)(1A) ഇതിൽ പറയുന്നു ഇൻ ദ കേസ് ഓഫ് ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹാവിംഗ് എ റെഗുലർ ഇലക്റ്റഡ് മാനേജിംഗ് കമ്മിറ്റി ആൻഡ് ഡൂയിങ് ദ ബിസിനസ് ഓഫ് മിൽക്ക് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് സെയിൽസ് വിത്തിൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ
shall apply for affiliation to their respective central or apex societies in form number 31 of Appendix 2 of these rules and shall be sent by registered post with acknowledgement due. അതായത് ഒരു ഇലക്റ്റഡ് മാനേജിംഗ് കമ്മിറ്റിയും റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ മിൽക്ക് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് സെയിൽസ് ബിസിനസ് നടത്തുകയും ചെയ്യുന്ന ആപ്കോസിന് സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റിയിലേക്ക് അഫിലിയേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാം. ഫോം നമ്പർ 31 റൂൾസിൻ്റെ അപ്പൻഡിക്സ് 2 എല്ലാ ഫോംസിനെയും കുറിച്ചും പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അഫിലിയേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഫോം നമ്പർ 31 ആപ്ലിക്കേഷൻ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അയക്കാമെന്നാണ് റൂൾ 16(1)(a) പറയുന്നത്. ആപ്കോസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് പുതിയ ഒരു സബ് റൂൾ ആഡ് ചെയ്ത് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. റൂൾ 16(1)(a) പറയുന്നത് ഇൻ ദ കേസ് ഓഫ് ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹാവിംഗ് എ റെഗുലർ ഇലക്റ്റഡ് മാനേജിംഗ് കമ്മിറ്റി ആൻഡ് ഡൂയിങ് ദ ബിസിനസ് ഓഫ് മിൽക്ക് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് സെയിൽസ് within the area of operation of the regional cooperative milk producers union shall apply for affiliation to their respective central or apex societies in form number 31 of appendix 2 of these rules and shall be sent by registered post with acknowledgement due. അടുത്തത് പുതിയതായി കൂട്ടിച്ചേർത്ത ഒരു പുതിയ റൂളാണ് റൂൾ 16(f). Eligibility conditions to continue to be an active member of the committee of a primary Anand Pattern Milk Cooperative Society. ആപ്കോസിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ ഒരു ആക്റ്റീവ് മെമ്പർ ആവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് ഈ 16(f) പറയുന്നത്. Only an active member having the qualifications specified in subsection 1 of section 16(b) of the Act shall be eligible to become a member of the committee of an Anand Pattern Milk Cooperative Society and to continue as a member of such a committee. അതായത് ആക്ടിൻ്റെ സെക്ഷൻ 16(b)(1) പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെമ്പർക്ക് ആപ്കോസിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ ഒരു ആക്റ്റീവ് മെമ്പർ ആവാം എന്നാണ് പറയുന്നത്. അപ്പം സെക്ഷൻ 16(b)(1) പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്? അതായത് 2 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒരു വർഷത്തിൽ ഏതെങ്കിലും ഒരു 6 മാസം എടുത്താൽ സൊസൈറ്റിയിലേക്ക് 100 ലിറ്റർ പാല് ആ മെമ്പർ കൊടുത്തിരിക്കണം. അതുപോലെ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ ഒരു കാറ്റിൽ ഷെഡ് ഉണ്ടായിരിക്കുകയും പാല് കറക്കുന്ന ഒരു പശുവോ അല്ലെങ്കിൽ എരുമയോ ഉണ്ടായിരിക്കണം. ഈ 2 കണ്ടീഷൻസാണ് സെക്ഷൻ 16(b)(1) പറയുന്നത്. ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ആണെങ്കിൽ ആപ്കോസിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിലെ ഒരു ആക്റ്റീവ് മെമ്പർ ആവാം. അപ്പം റൂൾ 16(f) എന്ന് പറയുന്നത് പുതിയ അഡീഷനാണ്, പുതിയതായി കൂട്ടിച്ചേർത്ത റൂളാണ്. എലിജിബിലിറ്റി കണ്ടീഷൻസ് ടു കണ്ടിന്യൂ ടു ബി ആൻ ആക്റ്റീവ് മെമ്പർ ഓഫ് ദി കമ്മിറ്റി ഓഫ് എ പ്രൈമറി ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി. അടുത്തത് മാറ്റം വന്നത് റൂൾ 25 റൂൾ 25 എന്താണ്? റൈറ്റ് ഓഫ് മെമ്പേഴ്സ് ടു ഇൻസ്പെക്ട് അക്കൗണ്ട്സ്. സംഘത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കാനുള്ള മെമ്പറുടെ അവകാശം. ഇതിൽ റൂൾ 25 സബ് റൂൾ 1 മാറ്റം വന്നിരിക്കുന്നത്. സബ് റൂൾ 1 പറയുന്നു, എനി മെമ്പർ ഓഫ് എ രജിസ്റ്റേർഡ് സൊസൈറ്റി മേ അറ്റ് എനി ടൈം ഡ്യൂറിംഗ് ഓഫീസ് അവേഴ്സ് either by himself or by an agent who is a member specifically authorized by him in writing, inspect accounts of the society in so far as they relate to his transactions, the summary of defects included in the latest statutory audit report along with the rectification report approved by the committee and the general body of the society. സംഘത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കാനുള്ള മെമ്പറുടെ അവകാശത്തെക്കുറിച്ചാണ് റൂൾ 25 പറയുന്നത്. റൂൾ 25(1) പറയുന്നു, മെമ്പർക്കോ അല്ലെങ്കിൽ മെമ്പർ ഓതറൈസ് ചെയ്യുന്ന ഒരു ഏജൻറ്റിനോ സൊസൈറ്റിയുടെ ലേറ്റസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ട്, സമ്മറി ഓഫ് ഡിഫക്റ്റ് ഉൾപ്പെടെയുള്ള ലേറ്റസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ടും ജനറൽ ബോഡിയും മാനേജിംഗ് കമ്മിറ്റിയും അപ്രൂവ് ചെയ്തിട്ടുള്ള റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടും പരിശോധിക്കാനുള്ള അധികാരമുണ്ട്. അതായത് ഒരു സൊസൈറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ട്, സമ്മറി ഓഫ് ഡിഫക്റ്റ് ഉൾപ്പെടെയുള്ള ലേറ്റസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ടും ജനറൽ ബോഡിയും മാനേജിംഗ് കമ്മിറ്റിയും അപ്രൂവ് ചെയ്തിട്ടുള്ള റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടും പരിശോധിക്കാനുള്ള അധികാരം ആ സൊസൈറ്റിയിലെ മെമ്പർക്കും അല്ലെങ്കിൽ മെമ്പർ ഓതറൈസ് ചെയ്യുന്ന ഒരു ഏജൻറ്റിനും ഉണ്ട്. ഈ ഏജൻറ്റും
സൊസൈറ്റിയിലെ ഒരു മെമ്പർ ആവണം. ഓഫീസ് അവേഴ്സിലാണ് ബുക്കുകൾ റെക്കോർഡുകൾ പരിശോധിക്കേണ്ടത്. അതുപോലെ ഓതറൈസേഷൻ റൈറ്റിങ്ങിലും ആയിരിക്കണം. റൈറ്റിങ്ങിലുള്ള ഓതറൈസേഷനും ആയിരിക്കണം. ഇത് നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ്. മാറ്റം വന്നത് ഓൺ പേയ്മെൻറ്റ് ഓഫ് സച്ച് ഫീസ് എന്നൊരു ഭാഗം ഉണ്ടായിരുന്നു. അതിപ്പം ഇല്ല. അപ്പം ഒരു സൊസൈറ്റിയിലെ ഏജൻറ്റിനോ ഏജൻറ്റ് ഓതറൈസ് ചെയ്യുന്നൊരു വ്യക്തിക്കോ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടും റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടും പരിശോധിക്കാനുള്ള അധികാരമുണ്ട്. 25(1) ശേഷം പുതിയതായി കൂട്ടിച്ചേർത്ത ഒരു സബ് റൂളാണ് 25(1)(a). ഇതിൽ പറയുന്നത് എ മെമ്പർ ഷാൽ ബി എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് എ ട്രൂ കോപ്പി ഓഫ് ദ ഡോക്യുമെൻറ്റ്സ് മെൻഷൻഡ് ഇൻ സബ് റൂൾ 1 ഓൺ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് ഓൺ പേയ്മെൻറ്റ് ഓഫ് എ ഫീ ഓഫ് ₹3 പെർ ഈച്ച് പേജ് ഓഫ് ദ ഡോക്യുമെൻറ്റ്. 25(1) പറഞ്ഞിരിക്കുന്ന ഏതൊരു ഡോക്യുമെൻറ്റിൻ്റെയും ട്രൂ കോപ്പി മെമ്പർക്ക് എടുക്കാനുള്ള അധികാരമുണ്ട്. അത് ഒരു പേജിന് ₹3 വെച്ച് ഫീസ് കൊടുക്കണം. ഓൺ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് ഓൺ പേയ്മെൻറ്റ് ഓഫ് എ ഫീ ഓഫ് ₹3 പെർ ഈച്ച് പേജ് ഓഫ് ദ ഡോക്യുമെൻറ്റ്. ഡോക്യുമെൻറ്റിൻ്റെ ഒരു പേജിന് ₹3 തോതിൽ ഫീസ് അടച്ചാൽ 25(1) റൂൾ 25(1) പറഞ്ഞിരിക്കുന്ന ഏതൊരു ഡോക്യുമെൻറ്റിൻ്റെയും ട്രൂ കോപ്പി മെമ്പർക്ക് എടുക്കാവുന്നതാണ്. അടുത്തത് റൂൾ 29 മാറ്റം വന്നിരിക്കുന്നത്. റൂൾ 29 എന്താണ്? അക്കൗണ്ട്സ് ആൻഡ് ബുക്സ് മെയിൻറ്റെയിൻഡ് ബൈ ദ സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട അക്കൗണ്ട്സ് ആൻഡ് ബുക്സ്, അതിനെക്കുറിച്ചാണ് റൂൾ 29 പറയുന്നത്. 29(1) മാറ്റം വന്നിരിക്കുന്നത്. 29(1) ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ആ ഒരു ഭാഗം അത് കഴിഞ്ഞ പാട് എയ്തർ ഇൻ ഫിസിക്കൽ ഓർ ഇൻ ഡിജിറ്റൽ ഫോം ഇങ്ങനെ ആഡ് ചെയ്യണം. നമുക്കറിയാം ഇപ്പം കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് സൂക്ഷിക്കുന്നത് ഒന്നുകിൽ ഫിസിക്കൽ ഫോമിലോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോമിലോ ആവാം. എയ്തർ ഇൻ ഫിസിക്കൽ ഓർ ഇൻ ഡിജിറ്റൽ ഫോം എന്ന് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 29(1) ഇങ്ങനെയാണ് വരുന്നത്. എവരി സൊസൈറ്റി ഷാൽ കീപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ഫോർ സച്ച് പീരീഡ് ആൻഡ് ഇൻ സച്ച് മാനർ സച്ച് അക്കൗണ്ട്സ് ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് അത് കഴിഞ്ഞ പാടെ എയ്തർ ഇൻ ഫിസിക്കൽ ഓർ ഇൻ ഡിജിറ്റൽ ഫോം ഇൻ കണക്ഷൻ വിത്ത് ദ ബിസിനസ് ഓഫ് ദ സൊസൈറ്റി ആസ് ദ രജിസ്ട്രാർ മേ ഫ്രം ടൈം ടു ടൈം ഡയറക്റ്റ് ആൻഡ് ഷാൽ മേക്ക് ദം available to officers authorized by the registrar for the purpose of inspection, audit, etc. രജിസ്ട്രാർ സമയാസമയം കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബുക്സ് ആൻഡ് റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അത് എയ്തർ ഇൻ ഫിസിക്കൽ ഓർ ഇൻ ഡിജിറ്റൽ ഫോം, ഫിസിക്കൽ ഫോമിലോ ഡിജിറ്റൽ ഫോമിലോ മെയിൻറ്റെയിൻ ചെയ്യാം. അടുത്തത് റൂൾ 29 സബ് റൂൾ 1(a) ആണ്. ഇതിൽ പറയുന്നത് ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഷാൽ പ്രിപ്പയർ ആൻഡ് കീപ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ മാനർ ആൻഡ് ഫോംസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഓഡിറ്റ് മാനുവൽ പ്രിപ്പയർഡ് ബൈ രജിസ്ട്രാർ ആൻഡ് അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെൻറ് ഫ്രം ടൈം ടു ടൈം. പുതിയതായി കൂട്ടിച്ചേർത്ത ഒരു സബ് റൂളാണിത്. ഇതിൽ പറയുന്നത് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസും അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും പ്രിപ്പയർ ചെയ്യുന്നത് ഓഡിറ്റ് മാനുവലിനനുസരിച്ചായിരിക്കണം. ഓഡിറ്റ് മാനുവൽ പ്രിപ്പയർ ചെയ്യുന്നത് രജിസ്ട്രാറാണ്. ഇത് അപ്രൂവ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. സമയാസമയം ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള രജിസ്ട്രാർ പ്രിപ്പയർ ചെയ്യുന്ന ഓഡിറ്റ് മാനുവലിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമായിരിക്കണം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അടുത്തത് ചെറിയൊരു മാറ്റം വന്നത് 29 സബ് റൂൾ 2(1) വിത്തൗട്ട് പ്രെജുഡൈസ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ ഫോർഗോയിങ് സബ് റൂൾ ദ സൊസൈറ്റി ഷാൾ ഇൻ ജനറൽ കീപ് ആൻഡ് മെയിൻറ്റെയിൻ ദ ഫോളോവിങ് അക്കൗണ്ട്സ് ആൻഡ് ബുക്സ് ഇതിന് ശേഷം എയ്തർ ഇൻ ഫിസിക്കൽ ഓർ ഇൻ ഡിജിറ്റൽ ഫോം എന്ന് കൂട്ടിച്ചേർക്കണം. അക്കൗണ്ട്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ഡിജിറ്റൽ ഫോമിലോ ഫിസിക്കൽ ഫോമിലോ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് 29(2)(a) ആണ് മാറ്റം വന്നിരിക്കുന്നത്. ഇവിടെ ABCD എന്ന് പറഞ്ഞിട്ട് കുറച്ച് രജിസ്റ്റേഴ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. A മിനിറ്റ്സ് ബുക്ക്, B ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ, C അഡ്മിഷൻ രജിസ്റ്റർ. അങ്ങനെ ഈ മിനിറ്റ്സ് ബുക്കിൻ്റെ ഭാഗത്താണ് ചെറിയൊരു കൂട്ടിച്ചേർക്കൽ വന്നിട്ടുള്ളത്. ഇങ്ങനെ പറയുന്നു: മിനിറ്റ്സ് ബുക്ക് ഫോർ റെക്കോർഡിംഗ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ സബ് കമ്മിറ്റി ഓഫ് ദ കമ്മിറ്റി ആൻഡ് ദ ജനറൽ ബോഡി ഓഫ് മെമ്പേഴ്സ്. ഈ മെമ്പേഴ്സിന് ശേഷം കൂട്ടിച്ചേർക്കേണ്ടത് ഷാൽ ബി പ്രിപ്പയർഡ് മാനുവലി ആൻഡ് ദെയർ ആഫ്റ്റർ കീപ് ദം ബൈ മീൻസ് ഓഫ് ഡിജിറ്റൽ ഫോംസ്.
കമ്മിറ്റി മീറ്റിംഗ്സിൻ്റെയും ജനറൽ ബോഡി മീറ്റിംഗ്സിൻ്റെയും പ്രൊസീഡിങ്സ് എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത്. ഈ മിനിറ്റ്സ് ബുക്ക് മെമ്പേഴ്സ് മാനുവലി പ്രിപ്പയർ ചെയ്യുകയും ഡിജിറ്റൽ ഫോമിൽ കൂടി മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. അതാണ് ഇവിടെ പറയുന്നത്. Minutes book for recording the proceedings of the subcommittee of the committee and the general body of members shall be prepared manually and thereafter keep them by means of digital forms. ഇനി റൂൾ 29 സബ് റൂൾ 2 എമ്മിലാണ്. എം എന്ന് പറയുന്നത് റെക്ടിഫിക്കേഷൻ രജിസ്റ്ററാണ്. എ മിനിറ്റ്സ് ബുക്ക് ആയിരുന്നു, ബി ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ, സി അഡ്മിഷൻ രജിസ്റ്റർ, ഡി നോമിനേഷൻ രജിസ്റ്റർ, അങ്ങനെ പോകുന്നുണ്ട്. എമ്മിൽ പറയുന്നത് റെക്ടിഫിക്കേഷൻ രജിസ്റ്ററിനെ കുറിച്ചാണ്. ഇവിടെയും കൂട്ടിച്ചേർക്കേണ്ടത് ഇങ്ങനെയാണ്: ഷാൽ ബി പ്രിപ്പയർഡ് മാനുവലി ആൻഡ് thereafter കീപ് ദം ബൈ മീൻസ് ഓഫ് ഡിജിറ്റൽ ഫോംസ്. റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ ഷാൽ ബി പ്രിപ്പയർഡ് മാനുവലി ആൻഡ് thereafter കീപ് ദം ബൈ മീൻസ് ഓഫ് ഡിജിറ്റൽ ഫോംസ്. റെക്ടിഫിക്കേഷൻ രജിസ്റ്ററും മാനുവലി പ്രിപ്പയർ ചെയ്യണം, എന്നിട്ട് ഡിജിറ്റൽ ഫോംസിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്തത് പുതിയൊരു സബ് റൂളാണ് 29(3). 29(2) ശേഷം 29(3) കൂട്ടിച്ചേർത്തു. ഇതിൽ പറയുന്നത് there shall be a common software adopted by the government for primary agricultural credit societies. PACS അല്ലെങ്കിൽ പാക്സിന് വേണ്ടിയിട്ട് ഒരു കോമൺ സോഫ്റ്റ്വെയർ ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. എവരി പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി shall keep and maintain their accounts by using such common software. ഈ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള കോമൺ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചായിരിക്കണം എല്ലാ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് പാക്സും അവരുടെ റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇൻ ദ കേസ് ഓഫ് സൊസൈറ്റീസ് അതർ ദാൻ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് their account shall be prepared only by using a software approved by the registrar. ഇനി പാക്സ് ഒഴികെയുള്ള പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഒഴികെയുള്ള സൊസൈറ്റീസ് അവരുടെ അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ അനുസരിച്ചായിരിക്കണം. ദ രജിസ്ട്രാർ ഷാൾ ഇഷ്യൂ നെസസറി ഗൈഡ് ലൈൻസ് ഫോർ ഇൻസ്റ്റലേഷൻ, മെയിൻ്റനൻസ് ആൻഡ് യൂസ് ഓഫ് കോമൺ സോഫ്റ്റ്വെയർ ടു ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. രജിസ്ട്രാർ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ കോമൺ സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റലേഷൻ, മെയിൻ്റനൻസ്, യൂസ് ഇതിനെ കുറിച്ചൊക്കെയുള്ള നെസസറി ഗൈഡ് ലൈൻസ് രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യണം. ദ ഗൈഡ് ലൈൻസ് ഷാൾ ഓൾസോ ഇൻക്ലൂഡ് ഡീറ്റെയിൽസ് സച്ച് ആസ് മൈഗ്രേഷൻ ഓഫ് ലെഗസി ഡാറ്റ, ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ്, ഇംപ്ലിമെൻറ്റേഷൻ ടൈം ലൈൻ ആൻഡ് ഷെയറിംഗ് ദ കോസ്റ്റ് ഫോർ ദ എക്സ്പെൻസസ് ഓഫ് സച്ച് എ കോമൺ സോഫ്റ്റ്വെയർ. ഈ ഗൈഡ് ലൈൻസിൽ മൈഗ്രേഷൻ ഓഫ് ലെഗസി ഡാറ്റ, ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ്, ഇംപ്ലിമെൻറ്റേഷൻ ടൈം ലൈൻ ആൻഡ് ഷെയറിംഗ് ദ കോസ്റ്റ് ഫോർ ദ എക്സ്പെൻസസ് ഓഫ് സോഫ്റ്റ്വെയർ ഇതൊക്കെ ഉൾപ്പെടണം. ഇൻ ദ കേസ് ഓഫ് സൊസൈറ്റീസ് ഫോർ ഹൂം ദ രജിസ്ട്രാർ ഹാസ് ഗിവൺ അപ്രൂവൽ ഫോർ ദ യൂസ് ഓഫ് എ സോഫ്റ്റ്വെയർ അതർ ദാൻ കോമൺ സോഫ്റ്റ്വെയർ, ദ രജിസ്ട്രാർ ഷാൾ ഇഷ്യൂ നെസസറി ഗൈഡ് ലൈൻസ് ഫോർ മൈഗ്രേഷൻ ഓഫ് ലെഗസി ഡാറ്റ, ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ടൈം ലൈൻ ഇൻ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് സൊസൈറ്റീസ്. രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിട്ടുള്ള ഈ കോമൺ സോഫ്റ്റ്വെയർ ഒഴികെയുള്ള രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സൊസൈറ്റീസ് ആണെങ്കിൽ ആ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസും രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യണം. ഇതാണ് റൂൾ 29 സബ് റൂൾ 3 പറയുന്നത്. റൂൾ 29 സബ് റൂൾ 3 പുതിയ അഡീഷനാണ്, പുതിയതായി കൂട്ടിച്ചേർത്തതാണ്. ഇതിൽ പറയുന്നത് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് അവരുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കോമൺ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചായിരിക്കണം. ഇനി പാക്സ് ഒഴികെയുള്ള മറ്റ് സൊസൈറ്റീസ് അവരുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിട്ടുള്ള കോമൺ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചായിരിക്കണം. ഈ കോമൺ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള ഗൈഡ് ലൈൻസ്, ഇൻസ്റ്റലേഷൻ, മെയിൻ്റനൻസ്, യൂസ് ഇതൊക്കെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡ് ലൈൻസ് രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യണം. ഇനി രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിട്ടുള്ള കോമൺ സോഫ്റ്റ്വെയർ അല്ലാത്ത രജിസ്ട്രാർ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സൊസൈറ്റീസ് ആണെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസും രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യണം. ഈ കാര്യങ്ങളാണ് റൂൾ 29(2) പറയുന്നത്. അടുത്തത് പുതിയതായി കൂട്ടിച്ചേർത്തതാണ് റൂൾ 29(a). റൂൾ 29(a) പുതിയ റൂളാണ്. Procedure for maintaining and recording the minutes of the meeting of the Board of Directors, Subcommittees and of the General Body Meeting. General Body Meeting മാനേജിംഗ് കമ്മിറ്റി മീറ്റിങ്ങിൻ്റെയും സബ് കമ്മിറ്റി മീറ്റിങ്ങിൻ്റെയും ഒക്കെ
മിനിറ്റ്സ് ബുക്ക് റെക്കോർഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് 29A പറയുന്നത്. മിനിറ്റ്സ് ബുക്ക് നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. മിനിറ്റ്സ് ബുക്ക് സൊസൈറ്റി പെർമനൻ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ്. മിനിറ്റ്സ് ബുക്കിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവാണ്. മിനിറ്റ്സ് ബുക്കിൻ്റെ കസ്റ്റോഡിയനാണ് ചീഫ് എക്സിക്യൂട്ടീവ്. അതുതന്നെയാണ് 29A പറയുന്നത്. ദ മിനിറ്റ്സ് ബുക്ക് ഓഫ് ഓൾ മീറ്റിംഗ്സ് ഷാൽ ബി കെപ്റ്റ് അണ്ടർ ദ സേഫ് കസ്റ്റഡി ഓഫ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ റെസ്പെക്റ്റീവ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ഷാൽ ബി മെയ്ഡ് അവൈലബിൾ ഫോർ ഇൻസ്പെക്ഷൻ ബൈ ദ പ്രസിഡന്റ് ആൻഡ് അതർ ഡയറക്ടേഴ്സ് അറ്റ് ഓൾ റീസണബിൾ ടൈംസ്. ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും മാനേജിംഗ് കമ്മിറ്റി മീറ്റിങ്ങിൻ്റെയും ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെയും സബ് കമ്മിറ്റി മീറ്റിങ്ങിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുന്നത് മിനിറ്റ്സ് ബുക്കിലാണ്. ഈ മിനിറ്റ്സ് ബുക്ക് കൈവശം വയ്ക്കുന്നത് ചീഫ് എക്സിക്യൂട്ടീവാണ്. പ്രസിഡൻറ്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഡയറക്ടേഴ്സിൻ്റെയും ഒക്കെ ഇൻസ്പെക്ഷൻ്റെ സമയത്ത് ഈ മിനിറ്റ്സ് ബുക്ക് ചീഫ് എക്സിക്യൂട്ടീവ് അവർക്ക് അവൈലബിൾ ആക്കണം. അതാണ് 29A പറയുന്നത്. The minutes book of all meetings shall be kept under the safe custody of the chief executive of the respective cooperative society and shall be made available for inspection by the president and other directors at all reasonable times. അടുത്തത് റൂൾ 29A ആണ്. ഇതിൽ പറയുന്നു, ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഷാൽ ബി റെക്കോർഡഡ് ബൈ ദ പ്രസിഡന്റ് ഓർ എനി മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓർ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി. ഈ മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നത് ഒന്നുകിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു കമ്മിറ്റി മെമ്പർ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ്. ഈ 3 ടൈപ്പ് ആൾക്കാർക്ക് മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യാം. ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഷാൽ ബി റെക്കോർഡഡ് ബൈ ദ പ്രസിഡന്റ് ഓർ എനി മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓർ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി. അടുത്തത് 29A ആണ്. ഇതിൽ പറയുന്നു, ബ്ലാങ്ക് സ്പേസ് ഇൻ ദ മിനിറ്റ്സ് ബുക്ക് ഷാൽ ബി സ്കോർഡ് ഔട്ട് ആൻഡ് ഓൾ കറക്ഷൻസ്, ഓവർ റൈറ്റിംഗ്, എറേഷേഴ്സ് etc. should be clearly noted at the end before the minutes are signed by the president and other members of the board. മിനിറ്റ്സ് ബുക്കിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തിയതിന് ശേഷം ബാക്കിയുള്ള സ്പേസ്, ബ്ലാങ്ക് സ്പേസ് സ്കോർഡ് ഔട്ട് ചെയ്യണം. ഇങ്ങനെ ക്രോസ് വരച്ചിടണം. അതായത് പിന്നീട് എഴുതി ചേർക്കാൻ പറ്റരുത്. ആ തരത്തിൽ സ്കോർഡ് ഔട്ട് ചെയ്യണം. ഓൾ കറക്ഷൻസ്, ഓവർ റൈറ്റിംഗ്, ഇറേഷസ് ഇതൊക്കെ എന്ത് ചെയ്യണം? ക്ലിയർലി നോട്ടഡ് അറ്റ് ദ എൻഡ് ബിഫോർ ദ മിനിറ്റ്സ് ആർ സൈൻഡ് ബൈ ദ പ്രസിഡന്റ് ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ്. പ്രസിഡൻറ്റും ബോർഡ് മെമ്പേഴ്സും സൈൻ ചെയ്യുന്നതിന് മുൻപേ എല്ലാ കറക്ഷൻസും ഓവർ റൈറ്റിങ്ങും എറേസ് ചെയ്തതും ഒക്കെ എൻഡിൽ ക്ലിയറായിട്ട് നോട്ട് ചെയ്യണം. അവസാനം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. അതാണ് 29A പറയുന്നത്. ബ്ലാങ്ക് സ്പേസ് ഇൻ ദ മിനിറ്റ്സ് ബുക്ക് ഷാൽ ബി സ്കോർഡ് ഔട്ട് ആൻഡ് ഓൾ കറക്ഷൻസ്, ഓവർ റൈറ്റിംഗ്, ഇറേഷസ് etc. should be clearly noted at the end before the minutes are signed by the president and other members of the board. 29A പറയുന്നത്, the minutes of the meeting shall be signed by the president and all other members of the board who were present at the meeting, and the proceedings of the previous meeting shall be read out and recorded in the subsequent meeting. മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തിയിട്ടുള്ള മിനിറ്റ്സ് ബുക്ക് സൈൻ ചെയ്യുന്നത് പ്രസിഡൻറ്റും മീറ്റിങ്ങിൽ പ്രസൻറ്റ് ആയിട്ടുള്ള എല്ലാ കമ്മിറ്റി മെമ്പേഴ്സുമാണ്. മിനിറ്റ്സ് ബുക്ക് സൈൻ ചെയ്യുന്നത് പ്രസിഡൻറ്റും ഓൾ അതർ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ഹു വെയർ പ്രസൻറ്റ് അറ്റ് ദ മീറ്റിംഗ്. മീറ്റിങ്ങിൽ പ്രസൻ്റ് ആയിട്ടുള്ള എല്ലാ ബോർഡ് മെമ്പേഴ്സും പ്രസിഡൻറ്റുമാണ് മിനിറ്റ്സ് ബുക്ക് സൈൻ ചെയ്യുന്നത്. ഇത് കൂടാതെ പ്രീവിയസ് മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ബുക്ക് സബ്സീക്വൻറ്റ് മീറ്റിങ്ങിൽ വായിക്കുകയും അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യണം. The minutes of the meeting shall be signed by the president and all other members of the board who were present at the meeting, and the proceedings of the previous meeting shall be read out and recorded in the subsequent meeting. അടുത്തത് 29A ആണ്. ഇതിൽ പറയുന്നത്, the minutes book of board meeting, subcommittee meeting as well as general body meeting shall be made available for inspection or audit as and when required by the authorized officers. ഈ മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത് ഇൻസ്പെക്ഷന് ഹാജരാക്കേണ്ട റെക്കോർഡ് ആണ്. ഓതറൈസ്ഡ് ഓഫീസേഴ്സ് ആവശ്യപ്പെടുന്ന സമയത്ത്, ഇൻസ്പെക്ഷൻ്റെയും ഓഡിറ്റിങ്ങിൻ്റെയും സമയത്ത് ഈ മിനിറ്റ്സ് ബുക്ക് എന്ത് ചെയ്യണം? അവൈലബിൾ ആക്കണം.
സബ് കമ്മിറ്റി മീറ്റിങ്ങിൻ്റെയും ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെയും ബോർഡ് മീറ്റിങ്ങിൻ്റെയും മിനിറ്റ്സ് ബുക്ക് എന്ത് ചെയ്യണം? ഓതറൈസ്ഡ് ഓഫീസേഴ്സ് ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കണം. The minutes book of board meeting, subcommittee meeting as well as general body meeting shall be made available for inspection or audit as and when required by the authorized officers. ഇത്രയും കാര്യങ്ങളാണ് 29A പറയുന്നത്. 29A എന്ന് പറയുന്നത് പുതിയതായി കൂട്ടിച്ചേർത്ത ഒരു റൂളാണ്. പ്രൊസീജിയർ ഫോർ മെയിൻറ്റെയിനിങ് ആൻഡ് റെക്കോർഡിംഗ് ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, സബ് കമ്മിറ്റീസ് ആൻഡ് ജനറൽ ബോഡി മീറ്റിംഗ്. ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെയും സബ് കമ്മിറ്റി മീറ്റിങ്ങിൻ്റെയും ബോർഡ് മീറ്റിങ്ങിൻ്റെയും ഒക്കെ മിനിറ്റ്സ് ബുക്ക് തയ്യാറാക്കി സൂക്ഷിക്കുന്നത് എങ്ങനെ എന്നാണ്, അതിൻ്റെ നടപടിക്രമങ്ങളാണ് 29A പറയുന്നത്. റൂൾ 29 വരെയുള്ള മാറ്റങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോ കാണണം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.